അങ്ങനെ ദാറുൽ അർക്കമിലേക്ക് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അവിടെ പ്രവാചകൻ തന്റെ സ്വഹാബിമാരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. വളരെ മധുരമായ ശബ്ദത്തിൽ സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ശങ്കകൾ, ആ ഒരു ആശങ്കകളും സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അതിനൊരു പരിഹാരമാണ് എന്നുള്ളത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുകയാണ്. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ കിരണങ്ങൾ വന്നു പതിക്കുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് മക്കയിലെ മറ്റ് പ്രമാണിമാരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കരുത്തരായ ആളുകളെ കുറിച്ചോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഉമ്മയായ ഹുനാസ്, അവർ വളരെ കുലീനയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ദുരഭിമാനമുള്ള ഒരു സ്ത്രീയായിരുന്നു. കാരണം ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തന്റെ മാതാവ് തന്നെ വെറുതെ വിടില്ല എന്നുള്ളത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉറപ്പായിരുന്നു. എന്നിട്ടും സത്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ വീട്ടിലെത്തി കാര്യങ്ങൾ അറിഞ്ഞ ഹുനാസ് എന്തു ചെയ്തു? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കി മർദ്ദിച്ചു. ഇതറിഞ്ഞ ഉടനെ തന്നെ മുഖത്തടിച്ചുകൊണ്ടാണ് മാതാവ് അദ്ദേഹത്തെ വരവേറ്റത്. എന്നാൽ അബിസീനിയയിലേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടെ ആ വീട്ടുതടങ്കലിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും അബിസീനിയയിലേക്ക് അവരുടെ കൂടെ മിസ്അബ് ഇബ്നു ഉമൈർ പോവുകയും ചെയ്തു. ഒരുപാട് കാലത്തിന് ശേഷം മക്കയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത് അവർക്ക് വല്ലാത്ത വിഷമമായി. കാരണം സൗന്ദര്യത്തിന്റെ ആൾരൂപമായിരുന്ന, വളരെ സുന്ദരമായ വദനമുള്ള, ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ശോഷിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് മുഖമെല്ലാം ഉള്ളിലേക്ക് കവിളുകളെല്ലാം ഒട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം, പങ്കുവെക്കാം. നാഥൻ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.